എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ കാലയളവിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യമെന്ന് പറയുന്നത് സ്വർണ്ണം കടത്തുന്ന കാര്യമെന്ന് പറയുന്നത് സ്വപ്ന സുരേഷിനെയും ശിവശങ്കറിനെയും ഒക്കെ വെച്ചുകൊണ്ട് സ്വർണ്ണം കടത്തുന്ന വിഷയമായിരുന്നു. ചാനലിലൂടെ സ്വർണ്ണം കടത്തുന്ന വിഷയമായിരുന്നു. നമ്മൾ വിചാരിച്ചു അത് ആദ്യത്തേതോ അല്ലെങ്കിൽ അവസാനത്തേതോ ആയിരിക്കും. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ പറയുന്ന പോലെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രഹന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും പോലെയുള്ള നമ്മളുടെ അടക്കം നികുതി പണം കൊണ്ട് പോലീസിന് ശമ്പളം കൊടുത്തുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള സംരക്ഷണവും കൊടുത്തുകൊണ്ട് ഈ പറയുന്ന പോലെ രഹന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റിനെ സന്നിധാനത്ത് കടത്തിക്കൊണ്ട് പിണറായി വിജയൻ തിരിച്ചിറക്കിയത് സ്വർണം കടത്തിക്കൊണ്ടാണ് എന്നുള്ളതിൽ ഇനിയും അന്വേഷണം ആരംഭിക്കണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സമരത്തിന് ശക്തമായിട്ടുള്ള പിന്തുണ ഈ ഇവിടുത്തെ പൊതുജനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനിയും ഈ സമരം ഒരു തുടർക്കഥയായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്തുണച്ച ഇവിടുത്തെ വിശ്വാസികൾ, അതുപോലെ തന്നെ പൊതുജനങ്ങൾ, പൊതുസമൂഹം എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ 9 ദിവസം ഞങ്ങൾ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഷ്ഠാനം ഒരിക്കലും ഒരു തുടർക്കഥയായി മാറുകയില്ല എന്നുള്ളത് എല്ലാവരോടുമായി പറയുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഈ യൂത്ത് കോൺഗ്രസിന്റെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും നൽകി എല്ലാവർക്കും സാർവത്രികമായിട്ടുള്ള പിന്തുണ നൽകി